ആ ദിവസം പതിവ് പോലെ തന്നെയായിരുന്നു. അദ്ദേഹം ശിഷ്യന്മാരെ പഠിപ്പിച്ചു, ശാസ്ത്രങ്ങൾ സംസാരിച്ചു, സന്തോഷത്തോടെ സമയം ചിലവഴിച്ചു. ഒരസുഖത്തിന്റെ ലക്ഷണവും കാണിച്ചില്ല. വൈകുന്നേരം സ്വാമിജി തന്റെ മുറിയിലേക്ക് ധ്യാനത്തിനായി പോയി. അകത്ത് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ ആരും ശല്യപ്പെടുത്തരുത്. അദ്ദേഹം ആഴത്തിലുള്ള ധ്യാനത്തിലിരുന്നു. പൂർണ്ണമായ നിശബ്ദതയിൽ സമയം കടന്നുപോയി. ഒരു ശബ്ദവുമില്ല, ഒരു ചലനവുമില്ല. ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ വാക്ക് മാനിച്ച് ശാന്തമായി കാത്തുനിന്നു. ഒടുവിൽ അവർ അകത്തു ചെന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞത് അതിശയകരമായൊരു സത്യമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരിക്കെ തന്നെ ശരീരം വിട്ടിരുന്നു. അദ്ദേഹം മഹാസമാധിയിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേദാന്ത തത്വചിന്ത ആചാര്യന്മാരിൽ ഒരാളായ സ്വാമി വിവേകാനന്ദൻ 1902 ജൂലൈ 4 തന്റെ ഭൗതിക ശരീരം വെടിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് വെറും 39 വയസ്സായിരുന്നു പ്രായം. പലരും ചിന്തിച്ചിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ഒരു വ്യക്തി ഇത്ര ചെറുപ്പത്തിൽ തന്നെ മരിക്കാൻ കാരണം എന്താണെന്ന്. യോഗികൾക്ക് സ്വന്തം ആയുസ് വർദ്ധിപ്പിക്കാനും വളരെ കാലം ജീവിക്കാനും കഴിയുമല്ലോ. വാസ്തവത്തിൽ സ്വാമിജിയെ പോലുള്ള ഓരോ തിരിച്ചറിവ് ലഭിച്ച ആത്മാവിന്റെയും മരണത്തിന് പിന്നിൽ ഒരു വലിയ ആത്മീയ യാഥാർത്ഥ്യം മറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് സാധാരണയായി ഗ്രഹിക്കാൻ കഴിയില്ല. ഭാഗ്യവശാൽ സ്വാമിജി തന്നെ ആ സത്യം വളരെ വിശദമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ഉത്തരമെന്തെന്ന് നമുക്ക് നോക്കാം. ശങ്കരാചാര്യരുടെ കാലം മുതൽ വേദാന്ത തത്വചിന്തയുടെ ഏറ്റവും വലിയ പ്രചാരകരിൽ ഒരാളായ വിവേകാനന്ദൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ മരിച്ചത് എന്തുകൊണ്ടാണ്? ശങ്കരാചാര്യരെ പോലെ സ്വാമി വിവേകാനന്ദനും അധികകാലം ജീവിച്ചിരുന്നില്ല. 39 വയസ്സുള്ളപ്പോൾ തന്നെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. സ്വാമിജി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് പ്രമേഹം, ആസ്മ തുടങ്ങിയ നിരവധി അസുഖങ്ങൾ ബാധിച്ചിരുന്നുവെങ്കിലും മരണദിവസം അദ്ദേഹം നല്ല ആരോഗ്യവാനും പ്രഭാത ഭക്ഷണ സമയത്ത് സന്തോഷകരമായ മാനസികാവസ്ഥയിലുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത്ര ചെറുപ്പത്തിൽ തന്നെ മരിക്കാൻ കാരണമെന്താണ്? മരിക്കുന്നതിന് ഏകദേശം 6 വർഷം മുമ്പ് 1896 ഓഗസ്റ്റിൽ വിവേകാനന്ദൻ തന്റെ സഹശിഷ്യനായ സ്വാമി അഭേദാനന്ദയോട് പറഞ്ഞു, താൻ പരമാവധി 5 അല്ലെങ്കിൽ 6 വർഷം മാത്രമേ ജീവിക്കുകയുള്ളൂ. ഈ പ്രവചനം എത്രത്തോളം കൃത്യമായിരുന്നുവെന്ന് നോക്കുക. കാരണം അദ്ദേഹം 1902 ജൂലൈ 4 അന്തരിച്ചത്. സ്വാമി അഭേദാനന്ദൻ തന്നെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പ്രതിഷേധിച്ചപ്പോൾ വിവേകാനന്ദൻ മറുപടി പറഞ്ഞു, താങ്കൾക്ക് മനസ്സിലാകില്ല. എന്റെ ആത്മാവ് അനുദിനം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന വിധം അത്രയധികം. ഏതു ദിവസവും അത് മാംസത്തിന്റെയും അസ്ഥിയുടെയും ഈ കൂട്ടിൽ നിന്ന് പൊട്ടിത്തെറിച്ചേക്കാം. ഇനി സ്വാമിജി തന്റെ ആത്മാവ് വലുതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്? ആത്മാവ് ശുദ്ധമായ ബോധമല്ലാതെ മറ്റൊന്നുമല്ല. സാധാരണ ആളുകൾക്ക് ചെറിയ പരിധിയിലുള്ള ബോധം മാത്രമേ ഉണ്ടാകൂ. എന്നാൽ സ്വാമിജിയുടെ ബോധം വളരെ ഉയർന്ന നിലയിലേക്ക് വളരുന്നു എന്നാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് തന്റെ ബോധം സാധാരണ മനുഷ്യബോധത്തിന്റെ മണ്ഡലങ്ങൾക്കപ്പുറം അതിബോധത്തിന്റെ മേഖലയിലേക്ക് വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരം അപര്യാപ്തമായൊരു പാത്രമാണെന്ന് തെളിയിക്കപ്പെട്ടുവെന്നും താമസിയാതെ അത് ഉപേക്ഷിക്കേണ്ടി വരുമെന്നുമായിരുന്നു. ലളിതമായി പറഞ്ഞാൽ, ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം നമുക്ക് ആ ഗ്ലാസിന്റെ പരിധിക്കനുസരിച്ച് നിറയ്ക്കാം. എന്നാൽ അതിന്റെ പരിധി വിട്ടാൽ അത് സാധിക്കില്ല. അതുപോലെ ശരീരം എന്നത് ചെറിയ പാത്രം. സ്വാമിജിയുടെ ബോധം വളരെ വലുതായ സമുദ്രം. അതിനാൽ ആ വലിയ സമുദ്രം ഈ ചെറിയ ശരീരത്തിൽ തുടരാൻ കഴിയില്ല. ആയതിനാൽ അദ്ദേഹം ശരീരം വിട്ടു. ഈ കാര്യം നന്നായി മനസ്സിലാക്കാൻ നമുക്ക് വേദാന്ത തത്വചിന്തയിലേക്ക് കുറച്ചു നിമിഷങ്ങൾ ആഴ്ന്നിറങ്ങാം. വേദാന്ത തത്വചിന്ത അനുസരിച്ച് ബോധം ശരീരത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒരു മേഖലയാണ്. ഈ ബോധമണ്ഡലം ഒരു തുടർച്ചയാണ്. അതായത് അത് അനന്തമായൊരു സമുദ്രം പോലെ എല്ലാ ദിശകളിലേക്കും അനന്തമായി നീളുന്നുവെന്നാണ്. ഇനി നമ്മുടെ വ്യക്തിഗത ആത്മാക്കളെ ഈ തുടർച്ചയായ ബോധമണ്ഡലത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കാം. അങ്ങനെ മനുഷ്യബോധമായി നമ്മൾ സാധാരണയായി അനുഭവിക്കുന്നത് അനന്തമായ ബോധമണ്ഡലത്തിന്റെ ഒരു ചെറിയ ഉപവിഭാഗം മാത്രമാണ്. അതിൽ ഭൂരിഭാഗവും സാധാരണ മനുഷ്യാനുഭവത്തിന്റെ മണ്ഡലത്തിനപ്പുറമാണ്. അതായത് നമ്മുടെ ഒരു വലിയ അനന്തമായ ബോധസമുദ്രത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ്. ഇനിയും ലളിതമായി പറഞ്ഞാൽ, ഒരു വലിയ സമുദ്രമുണ്ടെന്ന് കരുതുക. നമ്മൾ ഓരോരുത്തരും അതിൽ നിന്നുള്ള ഒരു ചെറിയ കപ്പ് വെള്ളം പോലെയാണ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ഒരു വലിയ ബോധത്തിന്റെ വളരെ ചെറിയ ഭാഗം മാത്രം. അതിന് പുറത്ത് നമ്മൾ കാണാത്തതും മനസ്സിലാക്കാത്തതും അനുഭവിക്കാത്തതുമായ വലിയ ഭാഗം തന്നെയുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് ചില നിറങ്ങൾ കാണാൻ കഴിയും. എന്നാൽ തേനീച്ച പോലുള്ള ചില പ്രാണികൾക്ക് നമ്മൾ കാണാത്ത കൂടുതൽ നിറങ്ങൾ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ പാരാനോർമൽ അല്ലെങ്കിൽ മാനസിക പ്രതിഭാസങ്ങൾ എന്ന് വിളിക്കുന്നവ പലപ്പോഴും ഈ മേഖലയിൽ വീഴുന്നുവെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ചില ആളുകൾ പറയുന്ന പാരാനോർമൽ എക്സ്പീരിയൻസ്, സൈക്കിക് ഫീലിംഗ്സ്, ഇവയെല്ലാം നമ്മൾ സാധാരണയായി അനുഭവിക്കാത്ത ആ ബാക്കി ഭാഗത്തേക്ക് ബന്ധപ്പെട്ടതായിരിക്കാം എന്നതാണ് ആശയം. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ അനുഭവിക്കുന്നത് മുഴുവൻ ബോധമല്ല, അതിന്റെ ചെറിയ ഭാഗം മാത്രം. ഇപ്പോൾ വേദാന്തം നമ്മോട് പറയുന്നത് വ്യത്യസ്ത ജീവികൾ ഈ തുടർച്ചയായ ബോധമണ്ഡലത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അനുഭവിക്കുന്നു എന്നാണ്.
ഉദാഹരണത്തിന് ഉറുമ്പിനെ എടുക്കുക. നമ്മളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന് വളരെ കുറഞ്ഞ അളവിലുള്ള ബോധമാണുള്ളത്. ഒരു ഉറുമ്പ് പുറത്തെ ഗതാഗതക്കുരുക്കിനെ കുറിച്ച് അറിയുന്നില്ല. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അത് ചിന്തിക്കുന്നില്ല. ജോലി, പണം ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് അവർ വിഷമിക്കുന്നുമില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉറുമ്പിന്റെ ആത്മാവ് പരിമിതമായ ബോധാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള പരിമിതമായ അവബോധത്തിലാണ്. അതിന്റെ ഉറുമ്പ് ലോകത്തിനപ്പുറം നിരവധി കാര്യങ്ങൾ നിലവിലുണ്ട്. അവയ്ക്ക് പൂർണ്ണമായും അതറിയില്ല. ഇനി നമുക്ക് ഒരു ഉറുമ്പിന്റെ ആത്മാവ് അല്ലെങ്കിൽ ബോധം വികസിക്കുകയും അങ്ങനെ അത് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യുന്നുവെന്ന് കരുതാം. വേദാന്തം നമ്മോട് പറയുന്നത് ഉറുമ്പിന്റെ ആത്മാവ് അതിന്റെ വലിയ ബോധം പ്രകടിപ്പിക്കാൻ ഉറുമ്പിന്റെ ചെറിയ ശരീരവും തലച്ചോറും പര്യാപ്തമല്ലെന്ന് കണ്ടെത്തുമെന്നാണ്. അതിനാൽ അതിന്റെ ഉദ്ദേശങ്ങൾക്കായി ഒരു മികച്ച ശരീരം ആവശ്യമാണ്. അതിനാൽ അതൊരു പൂച്ചയുടെ ശരീരമെടുക്കുന്നു. ബോധം വളരുമ്പോൾ ശരീരം മാറും. അതിനാൽ വേദാന്തമനുസരിച്ച് പരിണാമം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ജീവവർഗങ്ങളുടെ ഭൗതിക പരിണാമത്തിന്റെ ശൃംഖലയ്ക്ക് കീഴിൽ വികസിക്കുന്ന ഒരു ബോധത്തിന്റെ ആത്മീയ യാഥാർത്ഥ്യമുണ്ട്. ബോധത്തിന്റെ ഈ വികാസമാണ് ജൈവ പരിണാമത്തിന്റെ മുഴുവൻ ട്രെയിനിനെയും മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ എഞ്ചിൻ. പരിണാമ ശൃംഖലയിൽ നിങ്ങളൊരു ഉറുമ്പിൽ നിന്നൊരു പൂച്ചയിലേക്ക് നേരിട്ട് ചാടുന്നില്ല. പകരം മധ്യത്തിൽ നിരവധി ചെറിയ പരിണാമഘട്ടങ്ങളുണ്ട്. പക്ഷേ ഇത് ആശയം പ്രകടമാക്കുന്നതിനുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. വാസ്തവത്തിൽ ഹിന്ദുമതത്തിൽ ആത്മാവ് മനുഷ്യജനനത്തിലെത്തുന്നതിന് മുമ്പ് 8.4 ദശലക്ഷം ജീവരൂപങ്ങളിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. എന്നാൽ മനുഷ്യരും പരിണാമ ശൃംഖലയിലെ അവസാന ഘട്ടമല്ല. മനുഷ്യരുടെ കാര്യത്തിൽ നമ്മുടെ ബോധം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് മൃഗങ്ങളെക്കാൾ ഗണ്യമായി വലുതായിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും പരിമിതമാണ്. വാസ്തവത്തിൽ സാധാരണ മനുഷ്യബോധത്തിന്റെ മണ്ഡലങ്ങൾക്കപ്പുറം ഇപ്പോഴും ഒരു പ്രത്യേക സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ആത്മാവ് അനന്തമായി വികസിച്ചിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബോധസമുദ്രത്തിന്റെ ഒരു ചെറിയ ഭാഗമായിരുന്നതിൽ നിന്ന് അത് പൂർണ്ണമായി മാറിയിരിക്കുന്നു. ആത്മാവ് അനന്തമായ ബോധസമുദ്രമായി ഒന്നായി മാറിയ ഈ അവസ്ഥ സാർവത്രിക ബോധമല്ലെങ്കിൽ ദൈവമെന്നും അറിയപ്പെടുന്നു. ആത്മാവിന്റെ ഈ അവസ്ഥയെ വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നു. ഹിന്ദുമതത്തിൽ ഇതിനെ സമാധിയെന്നും ബുദ്ധമതത്തിൽ ജ്ഞാനോദയമെന്നും ക്രിസ്തുമതത്തിൽ രക്ഷ എന്നും വിളിക്കുന്നു. പേരുകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അവയെല്ലാം ഒരേ കാര്യം അർത്ഥമാക്കുന്നു. അത് ജനന മരണ പരിണാമ ചക്രത്തിൽ നിന്നുള്ള സ്വതന്ത്രമോ മോചനമോ ആണ്. ചുരുക്കി പറഞ്ഞാൽ ആത്മാവ് ദൈവബോധവുമായി ഒന്നാകുമ്പോൾ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. കാരണം ഈ ഉയർന്ന ബോധസമാധിയുടെ ഈ ആത്യന്തിക അവസ്ഥയിൽ ആത്മാവ് ഒടുവിൽ സ്വതന്ത്രനാണ്. അതിൻ്റെ അനന്തമായ ബോധം ഇനി പരിമിതമായ ശരീരത്തിൽ ഒതുങ്ങാൻ കഴിയില്ല. ശരീരം ഉപേക്ഷിക്കപ്പെടുന്നു. ഈ സമാധി അവസ്ഥ സ്വാമി വിവേകാനന്ദനും അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണനും ശ്രീ അരബിന്ദോയും രമണ മഹർഷിയും നേടിയെടുത്തു. യേശുവും ബുദ്ധനുമൊക്കെ നേടിയെടുത്ത ഈ അബോധാവസ്ഥ, സ്വാതന്ത്ര്യത്തിന്റെ അന്തിമാവസ്ഥ മനുഷ്യർക്ക് മാത്രമല്ല, ഒരു ചെറിയ ഉറുമ്പിന് പോലും അവസാനം ഈ നിലയിലെത്താൻ സാധിക്കുമെന്നാണ് ആശയം. അതിനാൽ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ആത്മാവ് പൂർണ്ണ സ്വതന്ത്രനാണ്. അതിനി ശരീരത്തിന്റെ ആവശ്യമില്ല. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ദൈവം, ആത്മാവ്, ബോധം, ജീവിതം, മരണം എന്നിവയെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കായി ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.